നമ്മൾ ഹെയറിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പഴയ ഹെയർ തന്നെയാണ് വരുന്നത്. വളർന്നു വരുന്ന മുടി ഒരു കാരണവശാലും നമ്മുടെ സ്വന്തം ഹെയർ അല്ലാതെ വേറെ ആരുടെയും ഹെയർ വരില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഹെയറിനെ കുറിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ പോകേണ്ടത്. പിന്നെ നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഹെയർ സ്ട്രെയിറ്റനിങ്ങും ഹെയർ സ്മൂത്തനിങ്ങും നമ്മൾ ചെയ്യുമല്ലോ, അത് ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്ത മുടി നമുക്ക് പഴയതുപോലെ ആക്കണമെങ്കിൽ ആക്കാനും പറ്റത്തില്ല. പിന്നെ വളർന്നു വരുന്ന മുടി നമ്മുടെ പഴയ ഹെയർ പോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ പെർമനൻ്റ് ആയിട്ട് സ്മൂത്തനിങ്ങും സ്ട്രെയിറ്റനിങ്ങും ചെയ്ത മുടി നമ്മൾ അടിഭാഗം വെച്ച് വെട്ടി കളഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ പുതിയ ഹെയർ വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഹെയർ ചെയ്യാൻ പോകേണ്ടത്. പിന്നെ നമ്മളുടെ ഒറിജിനൽ ഹെയർ പോലെ മുടി വളരുകയുള്ളൂ. പിന്നെ ബൊട്ടോക്സ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത് ഒരു ഡീപ്പ് കണ്ടീഷനിങ് ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ വിടവുകൾ നികത്തി സ്ട്രെയിറ്റ് ആകാതെ ഒരു സ്മൂത്ത് ആൻഡ് ഹെൽത്തി ആക്കും. ഹെയർ ബൊട്ടോക്സ് എല്ലാ മുടിക്കും ചെയ്യാൻ കഴിയില്ല. ഹെയറിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി ചെയ്യുന്നതാണ് നല്ലത്. ബൊട്ടോക്സ് ചെയ്യാൻ പറ്റിയ ഹെയർ ഫ്രീസി ഹെയർ, ഡാമേജ്ഡ് ഹെയർ, ബ്ലീച്ച്ഡ് ഹെയർ, ഡ്രൈ ആൻഡ് ഡൾ ഹെയർ. ബൊട്ടോക്സ് ചെയ്യാൻ പറ്റാത്ത ഹെയർ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു എഫക്റ്റും കിട്ടത്തില്ല, പൈസ വേസ്റ്റ് ആവത്തേ ഉള്ളൂ. പിന്നെ ഹെയർ ഫാൾ ഇഷ്യൂസ് ഉള്ളവർ ഒരു കാരണവശാലും ബൊട്ടോക്സ് ചെയ്യേണ്ട. ഹെയർ ഫാൾ ഇഷ്യൂ ഒരിക്കലും കുറയാൻ പോണില്ല. പിന്നെ പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡിങ് അവരൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യണം. പിന്നെ സ്കാൽപ്പ് അലർജി ഉള്ളവർ പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് മാത്രം ചെയ്യുക. അതുപോലെ നിങ്ങൾ പിന്നെ ബൊട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 അല്ലെങ്കിൽ 4 മാസം. പിന്നെ ഹെയർ വാഷ് അനുസരിച്ച് വേണം. അതായത് ഹെയർ നമ്മൾ എത്രത്തോളം ഡെയിലി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 60 വാഷ് അങ്ങനെയൊക്കെ ഈ ബൊട്ടോക്സ് നിലനിൽക്കുകയുള്ളൂ. അത് ഒരു സ്ട്രെയിറ്റ് ആകാതെ ഒരു ഹെൽത്ത് ആൻഡ് മാനേജബിൾ ആയാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൊട്ടോക്സ് ഈസ് ബെസ്റ്റ് ഓപ്ഷൻ. നമ്മൾ ക്ലയൻറ്റിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഹെയറിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ചിലപ്പോൾ ഒന്നും അറിയില്ലായിരിക്കും. അവർ വരുമ്പോൾ നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ സ്ട്രെയിറ്റ് അല്ല, മുടിക്ക് ഹെൽത്താണ് വേണമെങ്കിൽ നിങ്ങൾ ബൊട്ടോക്സ് ചെയ്യണം. അത് താൽക്കാലികം മാത്രമാണ്. പിന്നെ നാനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഹെയർ ബൊട്ടോക്സിൻ്റെ ഒരു എൽഡർ സിസ്റ്റർ എന്ന് വേണമെങ്കിൽ ഈ നാനോപ്ലാസ്റ്റിയെ നമുക്ക് പറയാം. ഇത് അതുപോലെ തന്നെയാണ്, താൽക്കാലികമായ ഒരു സ്ട്രെയിറ്റനിങ് ആൻഡ് ഒരു റിപ്പയർ ട്രീറ്റ്മെൻ്റ് ആണ്. അതും ഇതുപോലെയുള്ള ഫ്രീസി ഹെയർ, കേളി ഹെയറിന്, പിന്നെ ചീകാൻ പറ്റാത്ത മുടിക്കൊക്കെയാണ് നല്ലത്. ബ്ലീച്ച് ചെയ്ത മുടിക്ക്, കളേർഡ് ഹെയറിനൊക്കെ നല്ലതാണ് ഈ നാനോപ്ലാസ്റ്റിയ. പിന്നെ ചെയ്യാൻ പറ്റാത്ത മുടിയാണെങ്കിൽ ഓൾറെഡി സ്ട്രെയിറ്റ് ഹെയർ, പിന്നെ റൂട്ട് പ്രോബ്ലം ഉള്ളവർ പഴയതുപോലെ തന്നെ ബൊട്ടോക്സ് ചെയ്യാൻ പറ്റാത്ത പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡിങ് അതൊക്കെ നമുക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. പിന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും മുടിയിൽ ഇതൊക്കെ താൽക്കാലിക സൊല്യൂഷൻസ് ആണ്, ഒരിക്കലും ഒരു പെർമനൻ്റ് സൊല്യൂഷൻ അല്ല. നമ്മുടെ ജെനറ്റിക്സ് അനുസരിച്ചാണ് നമ്മുടെ ഹെയർ ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ അമ്മയ്ക്കോ അച്ഛനോ അമ്മാവനോ എല്ലാവർക്കും അപ്പച്ചിക്കോ ഒക്കെ മുടി എങ്ങനെയാണോ വരുന്നത് അതെല്ലാം നമ്മുടെ ജെനറ്റിക്സ് എന്താണോ അതനുസരിച്ച് നമുക്ക് ഹെയർ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഈ ഹെയറിൽ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം താൽക്കാലിക സൊല്യൂഷൻ മാത്രമാണ്. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാൻ. ഓക്കെ, താങ്ക് യു.